ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരിയ മഴച്ചാറ്റിലുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി വരാൻ അലീന നിർബന്ധിച്ചപ്പോൾ ഷെറിൻ വിസമ്മതിച്ചു. ഞാനിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയി കണ്ടിട്ട് പെട്ടെന്ന് വന്നാൽ മതി. അവളെ നിർബന്ധിക്കേണ്ട മോളെ, മാമച്ചൻ പറഞ്ഞു. ഗ്രേസമ്മ അവൾക്ക് കൂട്ടായി കാറിൽ തന്നെ ഇരുന്നു. രേവതിക്കുട്ടിയും അലീനയും മാമച്ചനും കൂടി ത്യാഗഭവനത്തിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി. രേവതിക്കുട്ടി ഗിഫ്റ്റ് പാക്കറ്റുകൾ കയ്യിലെടുത്തിരുന്നു. അതെന്താ അലീന ചേച്ചി ഷെറിൻ ചേച്ചി നമ്മുടെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞത്? രേവതിക്കുട്ടി സ്വന്തം സ്വരം താഴ്ത്തി ചോദിച്ചു. പൊങ്ങുമൂട്ടിലെ ഓർഫനേജിലായിരുന്നല്ലോ റാണി ആൻറ്റിയുടെ മോളെ നഷ്ടപ്പെട്ട ശേഷം റാണി ആൻറ്റിക്ക് ഓർഫനേജ് എന്ന് കേൾക്കുമ്പോഴേ നെഞ്ചിൽ തീയാം, അലീന പറഞ്ഞു. അവർ ത്യാഗഭവനത്തിൻ്റെ ഓഫീസിൽ ചെന്ന് സിസ്റ്റർ അഗസ്റ്റയെ കണ്ടു. സിസ്റ്റർ ആഗ്നസ് മറ്റൊരു കന്യാസ്ത്രീയെ വിളിച്ച് അലീനയും രേവതിക്കുട്ടിയെയും അവരോടൊപ്പം ചിന്നുമോളുടെ അടുത്തേക്ക് അയച്ചു. മാമച്ചൻ ഓഫീസിൽ തന്നെയിരുന്നു. സിസ്റ്റർ ആഗ്നസ് ചിന്നുമോളുടെ അവസ്ഥയെപ്പറ്റി മാമച്ചനോട് വിവരിച്ചു. അവൾക്ക് ഇങ്ങനെ അടിക്കടി പനിയും ശ്വാസമുട്ടലും ഉണ്ടാകുന്നതിൻ്റെ കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഹൃദയത്തിലെ ഒരു വാൽവിൻ്റെ തകരാറാണെന്നല്ലേ? അതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ കുറേ വ്യത്യാസം കാണുന്നുണ്ട്. എന്നാലും പേസ് മേക്കർ വെക്കാനാ ഇനി വൈകണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം വേണ്ടതുപോലെ ചെയ്തോളൂ സിസ്റ്റർ. അവളുടെ സ്പോൺസർഷിപ്പ് താങ്കളാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം വിശദമായിട്ട് പറയുന്നത്. ഇതിനകം തന്നെ നല്ലൊരു തുക ചെലവായി. ബില്ലുകൾ ഞങ്ങൾ അയച്ചു തന്നിരുന്നു. ഇനി ഉടനെ പൈസ വേണ്ടി വരുമോ? തൽക്കാലം വേണ്ട. താങ്കൾ തന്ന ഫണ്ട് ഇനിയും ബാക്കിയുണ്ട്. അവൾക്കിപ്പോൾ സുഖമാണല്ലോ അല്ലേ? മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ അവൾക്കും അവരോടൊപ്പം ചാടണം. പക്ഷെ അവളുടെ ഹൃദയത്തിന് അതിനുള്ള ശക്തിയില്ല. പെട്ടെന്ന് കിതയ്ക്കും. ശ്വാസം വേണ്ടത്ര കിട്ടാത്തതുകൊണ്ട് 2 തവണ അവൾ കുഴഞ്ഞു വീണു. അധികം ചാടിത്തുള്ളാനൊന്നും വിടാതെ ഞങ്ങൾ അവളെ പ്രത്യേകം കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്ക് കാര്യഗൗരവം അറിയില്ലല്ലോ, കുഞ്ഞല്ലേ. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ചിന്നുമോളെയും കൂട്ടി അലീനയും രേവതിക്കുട്ടിയും അവിടേക്ക് വന്നു. ചിന്നുമോൾ ഇടവിട്ട് ഓടുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം രേവതിക്കുട്ടി അവളുടെ കയ്യിൽ പിടിച്ച് ഓടരുത് മോളെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി. മാമച്ചനെ കണ്ട് അവൾ പരിചയം കാട്ടി പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തു ചെന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. മാമച്ചൻ അവളുടെ ചുമലിൽ കൈവച്ച് ചേർത്തു പിടിച്ചു. അങ്കിളിന് സുഖമാണോ? നല്ല സുഖം. മോൾക്ക് സുഖമാണോ? ആം. അവൾ തലയാട്ടി. ഒരു നിമിഷം ആലോചിച്ചു പറഞ്ഞു, നല്ല സുഖമല്ല കേട്ടോ. അത് കേട്ട് സിസ്റ്റർ ആഗ്നസ് ചിരിച്ചു. മോൾ പറഞ്ഞതാ കറക്റ്റ്. എനിക്ക് ശ്വാസം മുട്ടല. കളിക്കുമ്പം ഒരു ദിവസം ബോധം കെട്ട് താഴെ വീണു. ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അവൾക്ക് നേരിയ കിതപ്പുണ്ടെന്ന് മാമച്ചന് മനസ്സിലായി. എന്നിട്ട് മോള് മരുന്നൊക്കെ മടിയില്ലാതെ കഴിക്കുന്നുണ്ടോ? ആം. അവൾ തലയാട്ടി. പൊതുവെ പ്രസന്നവതയായ കാണപ്പെട്ടെങ്കിലും അവൾക്ക് ക്ഷീണമുണ്ടെന്ന് മാമച്ചൻ കണ്ടു. കൺതടങ്ങളിൽ ഒരു നിഴൽ പതിഞ്ഞു കിടക്കുന്നു. കവിളത്ത് വിളർച്ച തിരിച്ചറിയാം. രേവതിക്കുട്ടി സ്വിച്ചിൻ്റെ പാക്കറ്റുകൾ അവൾക്ക് കൊടുത്തു. ഒരു ജോഡി ഡ്രസ്സും അവൾക്കായി വാങ്ങിച്ചുകൊണ്ടായിരുന്നു, അതും കൊടുത്തു. ചിന്നുമോൾ 2 പാക്കറ്റുകൾ മാറോട് അടുക്കി പിടിച്ചുകൊണ്ടുപോയി സിസ്റ്റർ ആഗ്നസിനെ കയ്യിലേൽപ്പിച്ചു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയാം. മിടുക്കി. സിസ്റ്റർ ആഗ്നസ് അവളുടെ കവിളത്ത് തലോടി. അവൾ സന്തോഷത്തോടെ മാമച്ചനിരിക്കുന്നിടത്തേക്ക് വന്നു. ആൻറ്റി എവിടെയാ അങ്കിളെ? ഇപ്പോഴാണ് അവൾക്ക് ഗ്രേസിനെക്കുറിച്ച് ഓർമ്മ വന്നത്. ആൻറ്റി കാറിലിരിക്കുവാ. ആൻറ്റി എന്നാ ചിന്നുമോളെ കാണാൻ വരാത്തത്? ആൻറ്റിയുടെ കൂടെ വേറൊരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. മാമച്ചൻ പറഞ്ഞു. ഏതാൻറ്റിയാ അത്? ഞാൻ കണ്ടിട്ടുണ്ടോ ആങ്കിളെ? മോള് കണ്ടിട്ടുണ്ടാവില്ല. അത് കേട്ടതോടെ അവൾക്ക് ആകാംക്ഷ ശമിച്ചു. മോള് ബീച്ചിൽ പോകണുണ്ടോ ലീനാൻറ്റി? മുൻപൊരിക്കൽ അവരോടൊപ്പം പോയ ഓർമ്മയിൽ ചിന്നുമോള് ചോദിച്ചു. മോൾക്ക് നല്ല സുഖമില്ലാതിരിക്കുവല്ലേ? മോള് മരുന്നെല്ലാം കഴിച്ചിട്ട് അസുഖമൊക്കെ മാറി മിടുക്കിയായി കഴിയുമ്പോൾ നമുക്ക് ബീച്ചിൽ പോകാം കേട്ടോ. അലീന അവളെ സമാധാനിപ്പിച്ചു. ഇനി മോള് വാ, ക്ലാസ്സിൽ കയറേണ്ടേ? മറ്റേ കന്യാസ്ത്രീ വിളിച്ചു. എനിക്ക് കാറിനടുത്ത് പോകണം. വേണ്ട മോളെ, മഴ പെയ്യുന്നുണ്ടല്ലോ. മഴ നനഞ്ഞാൽ പനി പിടിക്കും, ചിന്നുമോള് പൂരിപ്പിച്ചു. അതുകൊണ്ടല്ലേ പറഞ്ഞത് ലീനാൻറ്റി ഇത്തിരി നേരം കൂടി ഇവിടെ ഇരിക്കണേ. ചിന്നുമോൾ കെഞ്ചി. രേവതിക്കുട്ടിയും അലീനയും അവളോട് സംസാരിച്ചുകൊണ്ട് 10 മിനിറ്റ് നേരം കൂടി അവിടെ ഇരുന്നു. ഒടുവിൽ കന്യാസ്ത്രീ അവളെ ക്ലാസ് റൂമിൽ കൊണ്ടുപോകാൻ ഭാവിച്ചു. ഇനി എന്നാ ചിന്നുമോളെ കാണാൻ വരുന്നേ? അവൾ രേവതിക്കുട്ടിയോടും അലീനയോടെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അലീന പറഞ്ഞു, കുറച്ച് ദിവസം കഴിയുമ്പോൾ. ചുമ്മാ. അവൾ ചിണുങ്ങി. ചുമ്മാതല്ലടാ ചക്കരെ, ഇനിയും വരും ഞങ്ങൾ. അപ്പോഴേക്കും മോൾക്ക് സുഖമാകും. നമ്മൾ കടപ്പുറത്ത് പോകും, ടൗണിൽ പോയി സിനിമ കാണും. അങ്ങനെ ദിവസം മുഴുവൻ. ആ ദിവസം ഇങ്ങ് അടുത്ത് വന്നിട്ടെന്ന പോലെ ചിന്നുമോളുടെ കണ്ണുകൾ പ്രകാശിച്ചു.
മോള് ക്ലാസ്സിലേക്ക് പൊക്കൂ. അലീനയ്ക്കും രേവതിക്കുട്ടിക്കും ഉമ്മ നൽകി ബൈ ബൈ പറഞ്ഞ് അവൾ കന്യാസ്ത്രീയോടൊപ്പം തിരിച്ചുപോയി. നീണ്ട വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ അവൾ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി കൈവീശി കാട്ടി. സിസ്റ്റർ ആഗ്നസിനോട് യാത്ര പറഞ്ഞു മാമച്ചനും അലീനയും രേവതിക്കുട്ടിയും തിരികെ പോന്നു. അവർ ഗേറ്റിന് വെളിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കയറി. മയങ്ങിപ്പോയ ഗ്രേസമ്മ ഡോർ തുറന്ന ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. അലീനയും ഗ്രേസമ്മയുടെ അടുത്ത് ഇരിക്കുന്ന കർച്ചീഫ് കൊണ്ട് മുടിയിലെ നനവ് തുടച്ചു. ചിന്നമോൾ എവിടെ? ഗ്രേസമ്മ ചോദിച്ചു. ആൻറ്റിക്ക് കാണണമായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമെന്ന്. മഴ തൂളുന്നത് കൊണ്ടാ. അവൾക്ക് ചുമ്മാ ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ലേ അലീന. മാമച്ചൻ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു. കാണണമെന്നുള്ളവർ ഇറങ്ങി വരില്ലേ? കാറിലിരുന്ന് പോത്തുപോലെ ഉറങ്ങുമോ? ഞാൻ ഷെറിന് കൂട്ടിരുന്നതല്ലേ? ഗ്രേസമ്മ അവലാതിപ്പെട്ടു. ഇനി അടുത്ത തവണ വരുമ്പോൾ കാണാം. മാമച്ചൻ കാർ തിരിച്ച് മെയിൻ റോഡിലേക്ക് ഓടിച്ചു കയറി. വീടിനുള്ളിൽ ആളും അനക്കവുമില്ലാതായതുപോലെ പ്രാവുകൾ കുറുകുന്നതും നായ്ക്കൾ മുരളുന്നതും വൃക്ഷങ്ങളിലെ ചീവിടുകൾ അലയ്ക്കുന്നതുമെല്ലാം വ്യക്തമായി കേൾക്കാം. മുൻപ് ഈ ശബ്ദങ്ങളൊന്നും കേൾക്കാനേ ഇല്ലായിരുന്നു. കടുത്ത ഏകാന്തതകളിലാണ് മനുഷ്യർ പ്രകൃതിയുടെ ശബ്ദങ്ങൾ തിരിച്ചറിയുന്നതെന്നാണ് സ്റ്റാൻലി ഓർത്തു. 3 മാസങ്ങൾക്ക് മുൻപും ഈ വീടിനുള്ളിൽ ഇതുതന്നെയായിരുന്നു അവസ്ഥ. പക്ഷെ അപ്പോഴൊന്നും ഇതുപോലൊരു ശൂന്യതയും ഏകാന്തതയും അനുഭവിച്ചിട്ടില്ല. അവധക്കുട്ടിച്ചായൻ വരുന്നതും പോകുന്നതും സ്റ്റാൻലിയിൽ ഒരു ചലനവും സൃഷ്ടിച്ചിരുന്നില്ല. എന്നാൽ അലീന പോയി കഴിഞ്ഞപ്പോൾ ഇതൊരു ഒഴിഞ്ഞ വീടായി തീർന്ന അയാൾക്ക് തോന്നി. അവൾ തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ഭവനത്തെയും ഇത്രമേൽ സജീവമാക്കിയിരുന്നുവെന്ന് ഇപ്പോഴേ അയാൾക്ക് മനസ്സിലായുള്ളൂ. മദ്യക്കുപ്പിയും സോഡയും ഐസ് ക്യൂബുകളും എടുത്തു വെച്ച് അയാൾ മദ്യപിക്കാനൊരുങ്ങുമ്പോഴും മൊബൈൽ അലീനയുടെ കോൾ വന്നു. പപ്പ അവിടെ എന്തു ചെയ്യുക? ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരു കള്ളത്തരം മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ ഒരു പരുങ്ങലായി. ഞാനില്ലാത്ത തക്കം നോക്കി ലാവിഷായിട്ട് കുട തുടങ്ങിക്കാണും. എനിക്കറിയാം. തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സ്റ്റാൻലി പറഞ്ഞു. രാവിലെ എത്ര കഴിച്ചു? 2 പെഗ് കഴിക്കാതെ. ഒരു പെഗിൻ്റെ പൈസ നിനക്ക് പെട്ടിയിലിട്ടിട്ടുണ്ട്. ഇപ്പം എത്ര കഴിക്കാനാ പ്ലാൻ? 1 ഞാൻ കുറച്ചേക്കാം. 1 പെഗേ കുടിക്കാവൂ. 2 പ്ലീസ് പപ്പ, 1 മതി. നിങ്ങൾ എവിടെ എത്തി? കരുനാഗപ്പള്ളി കഴിഞ്ഞു. പപ്പ മറ്റേ ഫോൺ നമ്പർ കണ്ടുപിടിച്ചോ? ഓ, ഞാനത് മറന്നുപോയി. പപ്പ പ്ലീസ്, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇല്ല. പപ്പ വല്ലതും കഴിച്ചോ? ഊണ് കഴിക്കേണ്ട സമയം ആകുന്നതല്ലേ ഉള്ളൂ. എന്നാൽ വെച്ചോട്ടെ പപ്പ. ശരി. ഫോൺ വെച്ചിട്ട് സ്റ്റാൻലി അളവ് കൃത്യം നോക്കി. 1.5 പെഗ് ഒഴിച്ചു. സോഡ ഒഴിച്ച് നീർപ്പിച്ചു. അയാളുടെ മനസ്സിൽ തോന്നിയ ശൂന്യത പെട്ടെന്നില്ലാതായി. ഏകാന്തതയിലേക്ക് ഉന്മേഷം കടന്നു വന്നു. കൃത്യസമയത്ത് അലീന വിളിച്ചിരിക്കുന്നു. താൻ ആഗ്രഹിച്ചപ്പോൾ വിളിച്ചതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. ആൻ്റപ്പനെ വിളിച്ച് ഊണ് വിളമ്പാൻ പറഞ്ഞേൽപ്പിച്ച ശേഷം സ്റ്റാൻലി ടെലിഫോൺ ഡയറക്ടറി എടുത്ത് മേരിക്കുട്ടിയുടെ കോൺവെൻറ്റിൻ്റെ സമീപ പ്രദേശങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞു. കാണാത്തത് അയാൾ അച്ഛന്മാരെയും കന്യാസ്ത്രീകളുമുള്ള കുടുംബങ്ങളിലെ ചില സുഹൃത്തുക്കളെ വിളിച്ച് അതേപ്പറ്റി അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. ഊണ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും മറുപടി കിട്ടി. ചങ്ങനാശ്ശേരിയിൽ ഒരു കോൺവെൻറ്റിനുണ്ട്. റെയിൽവേ സ്റ്റേഷനടുത്താണ് അത്. ഫോൺ നമ്പർ അറിയില്ല. ഫോൺ ചെയ്ത് ചോദിക്കുന്നതിനേക്കാൾ നേരിട്ട് അന്വേഷിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ സഹായിക്കുമെന്ന് സ്റ്റാൻലിക്ക് തോന്നി. ആൻ്റപ്പനെയും കൂട്ടി അയാൾ പുനലൂർ, അടൂർ, പന്തളം വഴി ചങ്ങനാശ്ശേരിക്ക് കാർ ഓടിച്ചു പോയി. താൻ ചോദിച്ചപ്പോൾ മേരിക്കുട്ടിയുടെ ശരിയായ ഫോൺ നമ്പർ തരാതിരുന്ന അനുജന്മാരോടുള്ള വാശിയും സ്റ്റാൻലിയുടെ യാത്രയ്ക്ക് പ്രേരകമായി. വലിയ ഇരുമ്പ് ഗേറ്റ്, നടപ്പാതയുടെ ഒരു വശത്ത് പുൽത്തകിടി, മറുവശത്ത് പൂച്ചെടികൾ. ഒരേ ഒരു മാറ്റമേ ഉള്ളൂ. കാർ പോർച്ചിനിപ്പുറം ജിജോ ബൈക്ക് വെക്കാറുള്ള സ്ഥലം ശൂന്യമായാണ്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. കഴിഞ്ഞ ജന്മത്തിൽ താൻ സ്ഥിരമായി സന്ദർശിച്ചിരുന്ന, തനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന വിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് വീണ്ടും പ്രവേശിച്ചതുപോലെയാണ് ഷെറിന് തോന്നിയത്. സിറ്റൗട്ടിലെ ടീപ്പോയിന്മേൽ പത്രമാസികകൾ കിടപ്പുണ്ടായിരുന്നു. ഗ്രേസമ്മ താക്കോലിട്ട് വാതിൽ തുറന്നു. ഷെറിൻ്റെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഷെറിൻ സ്പർണ കൊണ്ട് തിരശ്ശീലയിൽ വകഞ്ഞു മാറ്റി ഒരു സ്വപ്നലോകത്ത് എത്തിപ്പെട്ടതുപോലെ നിശ്ചയായിരുന്നു. അവൾ വികാരാതീതമായിരുന്നുവെന്ന് ഗ്രേസമ്മയ്ക്ക് മനസ്സിലായി. തൻ്റെ മകനോടൊപ്പം അവൾ എത്രയോ തവണ ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു. ചില വീക്കെൻഡുകളിൽ ഇവിടെ താമസിക്കുക പോലും ഉണ്ടായിട്ടുണ്ട്. അന്ന് അവൾ ഒരു കുസൃതിക്കാരിയായിരുന്നു. മുകളിലേക്കുള്ള കോണിപ്പടികൾ ഒരിക്കലും അവൾ നടന്നു കയറുന്നത് ഗ്രേസമ്മ കണ്ടിട്ടില്ല. ഓടിക്കയറുകയും ചാടിയിറങ്ങുകയും അവളുടെ സംഭാഷണത്തിന് സ്പീഡ് കൂടുതലാണെന്ന് മാമച്ചൻ പരാതി പറയുമായിരുന്നു. ഇങ്ങനെ ചടുപ്പിടെന്ന് പറഞ്ഞു തീർത്തിട്ട് നീ എങ്ങോട്ടാ ഓടാൻ നിൽക്കുന്നേ? പറയുന്നതിൽ പാതിയും തിരിയുന്നില്ലല്ലോ. അങ്കിളിൻ്റെ ചെവിക്ക് വാക്കുകൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനുള്ള ശേഷി കുറഞ്ഞു വരികയാണെന്നായിരുന്നു അവളുടെ മറുപടി. പാറിപ്പറക്കുന്ന ഒരു പെൺകുട്ടി എവിടെയും തെന്നി വീഴുമെന്ന് തോന്നും. അവളുടെ ചുരിദാറിൻ്റെ ഷാൾ എപ്പോഴും പിന്നോട്ട് പറന്നു നടന്നു.
താഴത്തെ നിലയിൽ വെച്ച് അവളോട് എന്തെങ്കിലും ചോദിച്ചാൽ മുകളിലത്തെ നിലയിൽ നിന്നായിരിക്കും മറുപടി കിട്ടുക എന്ന് ജോമോൻ അവളെ കളിയാക്കാറുണ്ടായിരുന്നു. ചോദ്യത്തിനും ഉത്തരത്തിനും ഇടയിൽ അവൾ മുകളിലത്തെ നിലയിലെത്തിയിരിക്കും. മാൻകുട്ടി എന്നാണ് മാമച്ചൻ കളിയാക്കി വിളിച്ചിരുന്നത്. ചടുലമായ നീക്കത്തിനിടയിൽ പെട്ടെന്ന് തല ഉയർത്തി എന്തോ മറന്നതുപോലെ കാതോർത്ത് ഒരു നിമിഷം നിൽക്കും. വീണ്ടും ഓട്ടം പിടിക്കും. ജോമോനും ഷെറിനും തമ്മിൽ ചില ഒളിച്ചുകളിയൊക്കെ ഉണ്ടായിരുന്നു എന്നതും ഗ്രേസമ്മ ഇപ്പോൾ ഓർത്തു. നിമിഷ നേരം കൊണ്ട് രണ്ടുപേരും ഒരു തൂണിനപ്പുറം, അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ തിരിവിൽ, അതുമല്ലെങ്കിൽ ഒരു ഡോർ കർട്ടൻ്റെ മറവിൽ അപ്രത്യക്ഷരാകും. 2 നിമിഷത്തിനുള്ളിൽ 2 സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. എങ്കിലും രണ്ടുപേരുടെയും മുഖത്ത് കള്ളത്തരം തിരിച്ചറിയാം. ഷെറിൻ്റെ മുഖം അരുണഭാവമായിരിക്കും. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ഒരലിംഗനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഉമ്മ കൈമാറിയിട്ടുണ്ട്. ഒരിക്കൽ ജോമോൻ്റെ മുറിക്കപ്പുറത്ത് സിറ്റൗട്ടിൽ ഒരു കാഴ്ച കണ്ടു. കാറ്റടിച്ച് ഡോർ കർട്ടൻ ഒരു വശത്തേക്ക് പാറിപ്പോയിരുന്നു. പാരപ്പറ്റിന് മീതെയുള്ള ഗ്രില്ലിൽ പിടിച്ച് ചക്രവാളം നോക്കി നിൽക്കുന്ന ഷെറിൻ പിന്നിലൂടെ പതുകിച്ചെന്ന് അവളുടെ വയറിന് മീതെ കൈ ചുറ്റി കെട്ടിപ്പിടിക്കുന്ന ജോമോൻ. അവൾ ഒന്ന് ചൂളിക്കൂടി. പിന്നെ വിധേയത്വത്തോടെ അവൻ്റെ ചുമലിലേക്ക് ശിരസ് ചാരി നിന്നു. താൻ ശബ്ദമുണ്ടാക്കാതെ തിരിച്ചിങ്ങ് പോന്നു. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ കാണുന്നതെന്ന് വിശ്വസിക്കാൻ പ്രയാസം. ഗ്രേസമ്മ ഷെറിനെ നോക്കി വിഷാദത്തോടെ നിന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് പോലെ മന്ദമായ ചലനങ്ങൾ, ദുർബലമായ ശബ്ദം, ബുദ്ധിമാന്യം പിടിക്കപ്പെട്ടതുപോലെ ശൂന്യമായ നോട്ടം. പഴയ കുസൃതി കലർന്ന പൊട്ടിച്ചിരിക്ക് പകരം ഒരു തണുത്ത ചിരിയോ മന്ദഹാസമോ വല്ലപ്പോഴും മാത്രം. വിധി ഒരു ജീവിതം ഇത്രയെപ്പോലെ നിർദ്ദയം നിലത്തടിച്ച് ചതച്ചു കളയുമോ? ഗ്രേസമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. സെൻറ് ജോസഫ് കോൺവെൻറ്റും സ്കൂളും അടങ്ങിയ വിശാലമായ വളപ്പ്. ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് കോൺവെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാൻലി കാറിൽ നിന്നിറങ്ങി കുന്നിനും താഴെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു തീവണ്ടി വന്നു ചേരുന്നത് കാണാമായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ട് സ്റ്റാൻലി കാത്തുനിന്നു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം സിസ്റ്റർ വന്ന് വാതിൽ തുറന്നു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. എൻ്റെ സിസ്റ്റർ മരിയ ജോസഫൈൻ സിലിഗൂരിലെ നിങ്ങളുടെ കോൺവെൻറ്റിലുണ്ടായിരുന്നു. അവിടുത്തെ ഫോൺ നമ്പർ മിസ്സായി. അതൊന്ന് കിട്ടിയാൽ വലിയ ഉപകാരം. സ്റ്റാൻലി ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. കയറിയിരിക്കാൻ ക്ഷണിച്ച് കന്യാസ്ത്രീ അകത്തേക്ക് പോയി. സമ്മർദ്ദങ്ങൾക്ക് ഇരിപ്പിടത്തിന് സന്ദർശകർക്കുള്ള ഇരിപ്പിടത്തിൽ സ്റ്റാൻലി ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു സിസ്റ്റർ വന്ന് കാര്യം തിരക്കി. സ്റ്റാൻലി തൻ്റെ ആവശ്യം ആവർത്തിച്ചു. എൻ്റെ പേര് ക്രിസ്റ്റീൻ. മരിയ ജോസഫൈനെ എനിക്കറിയാം. ഞങ്ങൾ ഒന്നിച്ച് പോണ്ടിച്ചേരിയിലുണ്ടായിരുന്നു. സിലിഗൂരിലെ നമ്പർ സിസ്റ്റർ ക്രിസ്റ്റീൻ നോക്കിയെടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മരിയ ജോസഫൈൻ സിലിഗൂരിൽ നിന്ന് മാറ്റമായെന്ന് ആരോ പറഞ്ഞു കേട്ടല്ലോ. എങ്ങോട്ടാണെന്നറിയാമോ? സ്റ്റാൻലി ചോദിച്ചു. അതറിയില്ല. അവിടെ മാറ്റം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊൽക്കട്ടയ്ക്ക് വരാം, അല്ലെങ്കിൽ ഡാർജിലിംഗ്, കാലിംപോങ്, മാർത്തോം, പാക്കിയോങ്, ഏത് വേണമെങ്കിലും ആകാം. ആ കോൺവെൻറ്റുകളുടെ നമ്പർ കൂടി തരുമോ? സിലിഗൂരിൽ വിളിക്കുമ്പോൾ അവർ പറയും എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന്. സിലിഗൂരിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാ. സിസ്റ്റർ ക്രിസ്റ്റഫൈൻ മറ്റു കോൺവെൻറ്റുകളുടെ നമ്പരും കൊടുത്തു. സ്റ്റാൻലി നന്ദി പറഞ്ഞിറങ്ങി. കാറോടിച്ച് തിരിച്ചു കുളത്തൂർപ്പുഴയിൽ എത്തിയപ്പോൾ 6 മണിയായി. വീട്ടിനുള്ളിൽ കയറി ഉടൻ തന്നെ സിലിഗൂരിലെ കോൺവെൻറ്റിലേക്ക് വിളിച്ച് മരിയ ജോസഫൈൻ അവിടെയുണ്ടോ എന്ന് അന്വേഷിച്ചു. മരിയ ജോസഫൈൻ ഇപ്പോൾ പോക്കോങ്ങിലാണെന്ന് മറുപടി കിട്ടി. സ്റ്റാൻലി അവിടെ നിന്ന് പോക്കോങ്ങിലെ നമ്പർ വാങ്ങി. സിസ്റ്റർ ക്രിസ്റ്റീൻ തന്ന നമ്പറുമായി ഒത്തുനോക്കി. രണ്ടും ഒന്ന് തന്നെ. സ്റ്റാൻലി അപ്പോൾ തന്നെ പോക്കോങ്ങിലെ കോൺവെൻറ്റിലേക്ക് ഫോൺ ചെയ്ത് സിസ്റ്റർ മരിയ ജോസഫൈനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളാരാണ്? മറുവശത്ത് നിന്ന് ചോദ്യം വന്നു. മരിയ ജോസഫൈൻ്റെ ബ്രദറാണ്. ഇപ്പോൾ പ്രയറിൻ്റെ സമയമാണ്. 7 മണിക്ക് വിളിക്കൂ. സ്റ്റാൻലി ഫോൺ വെച്ചിട്ട് ആൻ്റപ്പനെ വിളിച്ച് മദ്യവും സോഡയും ഐസും എടുത്തു വയ്ക്കാൻ നിർദ്ദേശിച്ചു. അതിനുശേഷം പോയി കുളിച്ച് വേഷം മാറി വന്നു. 2 പെഗ് കഴിച്ചപ്പോൾ ഒരു മൂഡായി. കൃത്യം 7 മണിക്ക് തന്നെ സ്റ്റാൻലി പോക്കിയോങ്ങിലെ കോൺവെൻറ്റിലേക്ക് വിളിച്ചു. ആദ്യം ഫോൺ എടുത്ത കന്യാസ്ത്രീ ആരാണ് വിളിക്കുന്നത്, എന്താണ് കാര്യം എന്നെല്ലാം ചോദിച്ച ശേഷം ഫോൺ മരിയ ജോസഫൈനെ കൈമാറി. ഹലോ. വളരെ അകലെ നിന്നോണം അവ്യക്തമായ ഒരു ശബ്ദം. മേരിക്കുട്ടിയാണോടി? സ്റ്റാൻലി ചോദിച്ചു. അതെ. കുഞ്ഞാഞ്ഞിയാണോ? നിന്റെ നമ്പർ തപ്പിയെടുക്കാൻ എവിടെല്ലാം ചെന്ന് അന്വേഷിക്കണം? എൻ്റെ നമ്പർ ആവശ്യമുള്ളവർ അതെല്ലാം നേരത്തെ അന്വേഷിച്ച് അറിഞ്ഞു വയ്ക്കും. കുഞ്ഞാഞ്ഞ ഇന്നേവരെ ഒരു തവണയെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ വീട്ടിൽ വന്നാൽ കാണാൻ പോലും വരാത്തയാളല്ലേ. നിന്റെ നമ്പർ അറിയാവുന്നത് എൻ്റെ അനുജന്മാർക്കല്ലേ. അവരോട് ചോദിച്ചപ്പോൾ ഒരു കള്ള നമ്പറാണ് അവർ എനിക്ക് തന്നത്. അവർക്ക് തെറ്റിപ്പോയതായിരിക്കും. ഞാനിപ്പോൾ നിന്നെ വിളിച്ചതിന് ക്ഷേമം അന്വേഷിക്കാനോ വിശേഷം വിളമ്പാനോ അല്ല. റാണിയുടെ 6 വയസ്സുള്ള ഒരു മകളെ നിന്റെ അടുത്ത് വളർത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞു.
എവിടെയാ ആ കുട്ടി? ആരെ ഏൽപ്പിച്ചു വളർത്താൻ? കുഞ്ഞാഞ്ഞ എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഞാനല്ല, നിന്റെ അപ്പൻ, പിന്നെ നിന്റെ ഇളയ ആങ്ങളമാരും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി ഏൽപ്പിച്ച കുഞ്ഞിൻ്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അവരേൽപ്പിച്ചെങ്കിൽ ഞാൻ അവർ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞോളാം. അത് പോരല്ലോ മേരിക്കുട്ടി, എന്നോട് നീ ഉത്തരം പറയണം. റാണി ചോദിക്കുമ്പോഴും നീ കടുകിട തെറ്റാതെ അവൾക്ക് മറുപടി കൊടുക്കണം. മറുവശത്ത് നിന്ന് ശബ്ദം വരാൻ അല്പം സമയമെടുത്തു. ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പച്ചൻ സമ്മതിച്ചല്ലോ ജീവനോടെ ഉണ്ടെന്ന്. അപ്പച്ചന് സത്യം അറിയില്ല എങ്കിൽ ആ മരണ സർട്ടിഫിക്കറ്റ് നീ ഹാജരാക്കേണ്ടി വരും. എൻ്റെ മുമ്പിലല്ല, കോടതിയുടെ മുമ്പിൽ. സ്റ്റാൻലിയുടെ സ്വരത്തിൽ ഭീഷണി കലർന്നു.